ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്ന ഇപ്പോൾ 8 പരാതികൾ കൂടി ലഭിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. ആകെ 40 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും സർക്കാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഈ പരാതികളിൽ എത്രണ്ണം എഫ്ഐആറിലേക്കും എത്രണ്ണം കുറ്റപത്രത്തിലേക്ക് പോയി എന്നുള്ളതാണ് സർക്കാർ കോടതിയെ അറിയിക്കുന്നത്? ഹഷ്മി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആകെ രജിസ്റ്റർ ചെയ്തത് 40 കേസുകളെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. 3 കേസുകളിൽ കൂടി ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും എന്ന് SIT ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 35 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5 കേസുകൾ നോഡൽ ഓഫീസർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സർക്കാർ മറുപടി നൽകി. ഇതിൽ 7 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഫെബ്രുവരി 6-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. നിയമനിർമ്മാണം സംബന്ധിച്ച് നയം രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമാ മേഖലയ്ക്ക് സമഗ്രമായ ഒരു നിയമനിർമ്മാണം നടത്തുന്നത് സർക്കാരിന്റെ ചുമതലയാണെന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഹർജി ഇപ്പോൾ ഫെബ്രുവരിയിലേക്ക് മാറ്റിയത്. ഓക്കെ ശ്രീകാന്ത്, അതിനകത്തൊരു സീക്രസി ഉണ്ട്. ആർക്കെതിരെയൊക്കെ എന്തൊക്കെ പരാതികൾ, എങ്ങനെയാണ് കുറ്റപത്രം എന്ന മൊത്തം കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ പുറത്തേക്ക് വിടാതിരിക്കുന്നതാകാം. അതങ്ങനെ ഇരിക്കട്ടെ.